RDX ഇന്നത്തെ മൂന്നാം വിഷയത്തിലേക്ക്. ചില നേരം നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ മട്ടും പെരുമാറ്റവും കണ്ടാൽ സംസാരിക്കുന്നത് ഭരത്ചന്ദ്രൻ IPS എന്നോ, ആനക്കാട്ടിൽ ചാക്കോച്ചി എന്നോ, ആന്റണി പുന്നേക്കാടനെന്നോ, കമാൻഡോ ശ്യാം എന്നോ, DYSP അശോക് നരിമാനെന്നോ ഒക്കെ തോന്നിപ്പോകും. അദ്ദേഹം സിനിമയിൽ പകർന്നാടിയ കഥാപാത്രങ്ങളുമായി അത്രയ്ക്ക് സാമ്യമാണ് ഡയലോഗ് ഡെലിവറിക്ക്. പക്ഷേ പറയുന്ന ഉള്ളടക്കത്തിന് റിയൽ ലൈഫിലെ കഥാപാത്രങ്ങളുടെ ഖനം പോലും പലപ്പോഴുമില്ല എന്നതാണ് നമുക്ക് തോന്നുന്ന സങ്കടം. ഇന്നും മാധ്യമപ്രവർത്തകരോട് സിനിമാ സ്റ്റൈലിൽ സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചു. ആദ്യം ഇന്നുണ്ടായതെന്ന് കാണാം. RDX റാപ്പിൽ 59 സെക്കൻഡിൽ. ജബൽപൂരിൽ ക്രിസ്ത്യൻ വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണത്തെപ്പറ്റി പ്രതികരണമാരാഞ്ഞ മാധ്യമപ്രവർത്തകരോടാണ് സുരേഷ് ഗോപി പൊട്ടിത്തെറിച്ചത്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന സംഭവമെന്ന് കേന്ദ്രമന്ത്രി നിസ്സാരവത്കരിച്ചു. ജബൽപൂരിൽ സംഭവിച്ചതിന് നിയമപരമായ നടപടി ഉണ്ടാകുമെന്നും രോഷത്തോടെ മറുപടി. തുടർ ചോദ്യങ്ങൾ വന്നപ്പോൾ സൂക്ഷിച്ച് സംസാരിക്കണം, പ്രതികരിക്കാൻ മനസ്സില്ല എന്നിങ്ങനെ പോയി പ്രതികരണം. ശേഷം തൃശൂർ കൊരട്ടിപ്പള്ളിയിലെത്തി പൂവൻകുലയും പട്ടും പഴങ്ങളും നേർച്ച നൽകി. അവിടെ വെച്ച് ക്രിസ്ത്യൻ ജനവിഭാഗങ്ങളിൽ നിന്ന് കേന്ദ്ര സർക്കാരിനുള്ള പിന്തുണ കണ്ട് ആങ്ങളെയും പെങ്ങളും സഭയിൽ എത്തിയില്ലെന്ന് രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും ഉദ്ദേശിച്ച് പരിഹാസം. രാജ്യസഭാ വാഗ്വാദത്തിലെ പ്രതികരണത്തിന് പിന്നാലെ സുരേഷ് ഗോപിയെ പരിഹസിച്ചും അദ്ദേഹം തനിക്കെതിരായി നടത്തിയ പരാമർശങ്ങളെ അവഗണിച്ചും ജോൺ ബ്രിട്ടാസ് MP പ്രതികരിച്ചു. സുരേഷ് ഗോപിയെ അനുതാപത്തോടെ കാണണമെന്നും അദ്ദേഹം പറയുന്നത് BJP പോലും ഗൗരവമായി എടുക്കാറില്ലെന്നുമായിരുന്നു ബ്രിട്ടാസിന്റെ പ്രതികരണം. RDX റാപ്പ് ന്യൂസ് മലയാളം. RDX റാപ്പിൽ കണ്ടതുപോലെ ജബൽപൂരിൽ ക്രൈസ്തവർക്ക് നേരെയുണ്ടായ ആക്രമണം സംബന്ധിച്ച ചോദ്യങ്ങൾ കേട്ടതോടെയാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ക്ഷുഭിതനായത്. അത് നമുക്ക് പൂർണ്ണമായി ഒന്ന് കാണാം ഇവിടെ. സൗകര്യമല്ല പറയാൻ. ജബൽപൂരിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നിയമപരമായ നടപടിയെടുക്കും. പിന്നെ നിങ്ങൾ അതങ്ങ് ബ്രിട്ടാസിന്റെ വീട്ടിൽ കൊണ്ടുവച്ചാൽ മതി കേട്ടോ. ഇന്നത്തെ രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് MPയുമായി ഏറ്റുമുട്ടിയതിൻ്റെ ഈർഷ്യ കേന്ദ്രമന്ത്രിക്ക് തീർന്നിട്ടില്ല എന്ന് തോന്നും ഇന്നത്തെ പ്രതികരണം കണ്ടാൽ. എന്തായാലും പാർട്ടി കോൺഗ്രസ് വേദിയിൽ വെച്ച് ബ്രിട്ടാസും പ്രതികരിച്ചു. അതുകൂടി കണ്ടുവരാം. ജോൺ ബ്രിട്ടാസ് മുണ്ട എന്നും ജൂദാസ് എന്നും രണ്ട് പേരുകളാണ് പറയുന്നത്. അത് ഞാനാണെന്നും പറഞ്ഞിട്ട് സുരേഷ് ഗോപി എന്തിനാ എഴുന്നേറ്റെന്ന് അവർ ചോദിക്കുന്നു. ഞാൻ സുരേഷ് ഗോപിയാന്ന് പറഞ്ഞിട്ടില്ല. അത് നമ്മൾ രാഷ്ട്രീയ സംഭാഷണത്തിൽ പ്രതിപാദനത്തിൽ ചില ഇമേജസ് നമ്മൾ ഉപയോഗിക്കും സ്വാഭാവികമായിട്ട്. ഇപ്പം 30 വെള്ളിക്കാശിന് ജൂദാസ് ഒറ്റുകൊടുത്ത പോലെ എന്നൊക്കെ പറയാറുണ്ട്. അത് രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രയോഗമാണ്. പക്ഷേ മൂപ്പർക്ക് പെട്ടെന്ന് അങ്ങ് തോന്നി മൂപ്പറാണ് മുന്ന, മൂപ്പറാണ് ജൂദാസ് എന്ന് തോന്നി. നമ്മൾ സുരേഷ് ഗോപിയെയാണ് RDXൽ പരിശോധിക്കുന്നത്. സുരേഷ് ഗോപിയെ പ്രത്യേകമായിട്ട് ആളുകൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതം 10-40 വർഷമായിട്ട് സിനിമയിലും രാഷ്ട്രീയത്തിലും ഒക്കെ ആയിട്ട് നാട്ടുകാരുടെ മുന്നിലുള്ളതാണ്. എന്നാലും സുരേഷ് ഗോപിയുടെ ജീവിതരേഖ 1959 ജൂൺ 26 കൊല്ലം ജില്ലയിലാണ് നമ്മുടെ പ്രിയങ്കരനായുള്ള സൂപ്പർ താരം ജനിച്ചത്. ഓടയിൽ നിന്ന് എന്ന ചിത്രത്തിലൂടെ ബാലതാരമായിട്ട് അദ്ദേഹം സിനിമാ ലോകത്തേക്ക് പ്രവേശിച്ചു. രാജാവിൻ്റെ മകൻ എന്ന സിനിമയിലൂടെ മലയാളികളുടെ ആകെ ശ്രദ്ധ അദ്ദേഹം നേടി. 20-ാം നൂറ്റാണ്ട് എന്ന സിനിമയിലെ വില്ലൻ വേഷം, അതിഗംഭീരമായിട്ടുള്ള വേഷത്തിലൂടെ ശ്രദ്ധേയനായി. 1990-കളിൽ സുരേഷ് ഗോപി നായകനായിട്ട് അഭിനയം തുടങ്ങി. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാലമാണ്. ഷാജി കൈലാസ്, രഞ്ജി പണിക്കർ കൂട്ടുകെട്ടിലൂടെ സൂപ്പർ താര പദവിയിലേക്ക് നമ്മുടെ സുരേഷ് ഗോപി എല്ലാവരുടെയും പ്രിയങ്കരനായി എത്തിച്ചേർന്നു. ബഹുമതികളും പദവികളും അനവധിയാണ്. കളിയാട്ടത്തിന് 1997 മികച്ച നടനുള്ള സംസ്ഥാന സർക്കാർ പുരസ്കാരം കിട്ടി. സത്യജിത് റായ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയർമാനായി 2023 സെപ്റ്റംബറിൽ അദ്ദേഹത്തെ നിയമിച്ചു. അങ്ങനെ നിരവധി പദവികൾ. രാഷ്ട്രീയ പ്രവേശം ക്യാമ്പസ് കാലത്ത് അദ്ദേഹം SFI പ്രവർത്തകനായിരുന്നു എന്ന് സുരേഷ് ഗോപി തന്നെ പിന്നീട് പറഞ്ഞിട്ടുണ്ട്. ആദ്യകാലത്ത് കോൺഗ്രസ് പാർട്ടിയോട് അനുഭവം പുലർത്തി. മുതിർന്നപ്പോൾ നരേന്ദ്രമോദി പ്രഭാവത്തോടെ മോദി ആരാധന ഉണ്ടാവുകയും അത് തുറന്ന് പ്രകടിപ്പിക്കുകയും ചെയ്തു. നമ്മുടെ സൂപ്പർ താരം 2016 ഏപ്രിലിൽ BJP രാജ്യസഭാംഗമായി തെരഞ്ഞെടുത്തു. അദ്ദേഹത്തെ പാലാ ബിഷപ്പിനെ കൊലപ്പെടുത്താൻ ചിലർ ശ്രമിച്ചില്ലേ എന്ന് പ്രതികരണത്തിൽ പറഞ്ഞു. കേസെടുത്ത് ബിഷപ്പിനെ അകത്തിടാൻ നോക്കിയില്ലേ എന്നൊക്കെ അദ്ദേഹം ഇന്നത്തെ പ്രതികരണത്തിൽ പറയുന്നുണ്ടായിരുന്നു. വിവാദമായത് പാലാ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ടിൻ്റെ നാർക്കോട്ടിക് ജിഹാദ് പരാമർശമാണ്. ആൾക്കാർ ഓർമ്മയുണ്ട്. ഇമാം കൗൺസിൽ പരാതി നൽകിയിട്ടും പോലീസ് കേസെടുത്തില്ല. അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിൻ്റെ വസ്തുതയാണ് പറയുന്നത്. ഇതോടെ ഇമാം കൗൺസിൽ കോടതിയെ സമീപിച്ചു. ബിഷപ്പിനെതിരെ കേസെടുക്കാൻ ഉത്തരവിട്ടത് പാലാ മജിസ്ട്രേറ്റ് കോടതിയാണ്. എമ്പുരാനെതിരെ ഭീഷണി എന്ന ആരോപണത്തെ പ്രതിരോധിച്ചത് ഇന്നലെ അദ്ദേഹം ഇങ്ങനെയായിരുന്നു: ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റും TP51 റിലീസ് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് ധൈര്യമുണ്ടോ എന്നായിരുന്നു പാർലമെന്റിലെ അദ്ദേഹത്തിൻ്റെ ചോദ്യം. 2 സിനിമകളും റിലീസായത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തായിരുന്നു. അത് അവരുടേതായ ഓട്ടം ഓടിയതാണ് സിനിമ. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് റിലീസ് ചെയ്ത് 2013 ജൂൺ 14-ാം തീയതിയാണ്. ചിത്രം 50 ദിവസം കേരളത്തിലെ ഒന്നാം നിര തിയേറ്ററുകളിലെല്ലാം ഓടി. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഹിറ്റായിരുന്നു അത്. TP51 റിലീസ് ചെയ്ത് 2015 സെപ്റ്റംബർ 11-ാം തീയതിയാണ്.
റിലീസ് സർക്കാർ ഉടമസ്ഥയിലുള്ള 6 തിയേറ്ററുകളിലാണ്. സർക്കാർ ഉടമസ്ഥയിലുള്ള 6 തിയേറ്ററുകളിലാണ് റിലീസ് ചെയ്ത്. ചിത്രത്തിന് വേണ്ട തിയേറ്ററുകൾ കിട്ടിയിട്ടില്ല എന്ന് അന്ന് RMP ആരോപണമായിട്ട് ഉന്നയിച്ചിരുന്നു. പക്ഷേ CPIM ഭീഷണി കാരണമാണെന്ന് സംവിധായകൻ മൊയ്തു താഴത്ത് അന്ന് പറഞ്ഞു. ഈ TP51 വെട്ടിൻ്റെ സംവിധായകൻ പറഞ്ഞത് നിഷേധിച്ചു. പക്ഷേ അന്ന് ഫിലിം ചേംബർ സെക്രട്ടറി അനിൽ തോമസ് അന്ന് തിയേറ്ററുകൾ കുറഞ്ഞത് താരനിര ഇല്ലാത്തതിനാലെന്നും വിശദീകരണം സിനിമയുടെ ക്വാളിറ്റി ഇല്ലായ്മ കൊണ്ടാണ് എന്ന്. TP51 സിനിമ ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. പ്രത്യേകിച്ച് റീറിലീസ് ചെയ്യേണ്ട കാര്യമില്ല. 5 വർഷം കൊണ്ട് യൂട്യൂബിൽ ഈ സിനിമ കണ്ടത് 1,30,000 ആളുകൾ മാത്രമാണ്. സിനിമ റിലീസ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് നിർമ്മാതാക്കളാണ്, സർക്കാരല്ല. അത് പാർലമെൻറ്റിൽ അദ്ദേഹം പറഞ്ഞതിൻ്റെ വസ്തുതയില്ലായ്മ അല്ലെങ്കിൽ ശരിയല്ലായ്മയെക്കുറിച്ചാണ് കാര്യങ്ങൾ പറയുന്നത്. ചില കണക്കുകൾ ഇതാണ്. കേരളത്തിലെ 800-ലധികം പേരെ ബ്രിട്ടാസിൻ്റെ പാർട്ടി കൊന്നിട്ടുണ്ട് എന്ന് ഇന്നലെ പാർലമെൻറ്റിൽ. അദ്ദേഹത്തിൻ്റെ കണക്കുകൾ ബഹുരസമാണ്, പ്രത്യേകമായി ശ്രദ്ധിക്കണം. ആറ്റുകാൽ പൊങ്കാല ഇടുന്നത് 70 മില്യൺ ആളുകളാണ് എന്ന് അദ്ദേഹം പ്രസ്താവന നടത്തി. കുംഭമേളയിൽ കടത്ത് നടന്നവർ സമ്പാദിച്ചത് 30 കോടിയാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. വയനാട് ദുരന്തത്തിൽ അടിയന്തര സഹായത്തിന് സമയമായിട്ടില്ല എന്ന് അദ്ദേഹം ആ ഘട്ടത്തിൽ പ്രസ്താവന നടത്തി. ആദിവാസി വകുപ്പ് ഉന്നത കുലജാതർ കൈകാര്യം ചെയ്യണം എന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ആ നിലക്ക് വിമർശിക്കപ്പെട്ടിരുന്നു. ഉന്നത കുലത്തിലൊരാൾ ട്രൈബൽ മന്ത്രിയായാൽ അവർക്ക് ഉന്നതി ഉണ്ടാകും എന്ന് സുരേഷ് ഗോപി പറഞ്ഞതും വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. മന്ത്രിയാകാൻ ട്രൈബൽ ആളുണ്ടെങ്കിൽ മുന്നാക്കക്ഷേമത്തിൻ്റെ മന്ത്രിയാകണം എന്ന് പരാമർശം ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് യോഗത്തിൽ സംസാരിക്കവെയാണ് അദ്ദേഹം അത് നടത്തിയത്. അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിച്ച് ശബരിമലയിൽ പൂജ ചെയ്യണം എന്ന് അദ്ദേഹം പറഞ്ഞതും കേരളത്തിൽ വലിയ തോതിൽ വിമർശിക്കപ്പെട്ടു. അത് തിരുവനന്തപുരത്ത് യോഗക്ഷേമ സഭയുടെ പരിപാടിയിലായിരുന്നു. അവിടെ വെച്ചാണ് അദ്ദേഹം അത് പറഞ്ഞത്. ജാതി വർത്തമാനങ്ങൾ ഒരുപാട് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പൂണൂലിട്ട വർഗത്തെ കാണുമ്പോൾ തനിക്ക് അസൂയ തോന്നും എന്ന് അദ്ദേഹം ഈ കാലത്തിരുന്ന് പറഞ്ഞു. പക്ഷെ അതും എന്താണ്, കൊച്ചിയിൽ പണ്ഡിറ്റ് കറുപ്പൻ്റെ പുരസ്കാര സമർപ്പണ വേദിയിൽ വെച്ചാണ് അദ്ദേഹം അത്രയ്ക്ക് ഇതായിട്ടുള്ളൊരു പിന്തിരിപ്പൻ പരാമർശം നടത്തിയത്. കേരളത്തിൽ നിന്ന് ബംഗാളികൾ അടിച്ചോടിക്കണം എന്നൊരു ഘട്ടത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. തൊഴിലുറപ്പ് തൊഴിലാളികൾ 3 മണിക്ക് ജോലി നിർത്തിക്കോട്ടെ എന്ന് കെഞ്ചും ബാക്കിയുണ്ട്. എന്നാൽ 400 രൂപയ്ക്ക് പകരം 300 കൊടുത്താൽ അവർക്കത് പറ്റില്ല എന്നാണ് സുരേഷ് ഗോപി പറഞ്ഞത്. തൊഴിലാളികളെ അപമാനിക്കുന്ന ഈ വീഡിയോ സൈബറിടങ്ങളിൽ പ്രചരിച്ചു. അദ്ദേഹം ആശാ സമരത്തിലെടുത്ത നിലപാട് നമുക്ക് ഓർമ്മയുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. പക്ഷേ ഇത് പൂരനഗരിയിലേക്ക് ആംബുലൻസ് വന്നിട്ടില്ല എന്ന് ആദ്യം പറഞ്ഞു. ആംബുലൻസിലാണല്ല താൻ വന്നതെന്ന് പറഞ്ഞു. പക്ഷേ ആംബുലൻസിൽ വന്നിറങ്ങുന്ന വീഡിയോ പിന്നീട് പുറത്തു വന്നു. ഒറ്റ തന്തയ്ക്ക് പിറന്നവരുണ്ടെങ്കിൽ അന്വേഷണം CBIക്ക് വിടണം എന്ന് പൂരം കലക്കൽ വിവാദവുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ഇത്തരം പ്രയോഗത്തിന് മറുപടിയില്ല എന്ന് അന്ന് MP ഗോവിന്ദൻ പ്രതികരിച്ചത്. കോഴിക്കോട് മീഡിയ 1 വനിതാ റിപ്പോർട്ടറോട് അപമര്യാദയായി പെരുമാറിയെന്ന പരാതിയും കേരളം ചർച്ച ചെയ്തതാണ്. ചോദ്യം ചോദിച്ച വനിതാ റിപ്പോർട്ടറുടെ തോളിൽ കൈവച്ചു എന്നതായിരുന്നു അന്നത്തെ വിവാദം. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം സുരേഷ് ഗോപിക്കെതിരെ അന്ന് കേസെടുത്തിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരോട് ഇങ്ങനെ നിരവധി തവണ കേസ് പരിഗണിക്കുമ്പോൾ തുടർച്ചയായി കോടതിയിൽ ഹാജരായില്ല സുരേഷ് ഗോപി എന്നതാണ് അതിലെ കാര്യം. തിരുവനന്തപുരത്ത് 24 ചാനൽ റിപ്പോർട്ടറെ മുറിയിൽ വിളിച്ച് അവമാനിച്ചെന്ന പരാതി ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു. തൃശ്ശൂരിൽ മാധ്യമപ്രവർത്തകരെ കയ്യേറ്റം ചെയ്തെന്ന് അനിൽ അക്കരയുടെ പരാതിയും ഉണ്ടായിരുന്നു. മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ആദ്യം മുതൽ തന്നെ കുറച്ച് ബുദ്ധിമുട്ടോടെയാണ്. ഇത് മാത്രമല്ല, സുരേഷ് ഗോപി എന്ന് പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആളുകൾക്ക് ഓർമ്മ വരും. സിനിമയ്ക്കകത്തും പുറത്തും രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ നിന്ന കാര്യങ്ങൾ. ഹർഷൻ എന്താ തോന്നുന്നത് ഇന്നത്തെ സംഭവം കൂടെ കണ്ടപ്പോൾ? ഇന്നത്തെ സംഭവം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ഈ സിനിമ എന്ന് പറയുന്നത് സാധാരണ മട്ടിൽ ഇപ്പോൾ ജീവിതത്തിൽ സംഭവിക്കുന്നത് അതേ മട്ടിൽ പറഞ്ഞു പോയാൽ ഇതെന്താണ് അവാർഡ് പടമാണോ എന്ന് ചോദിക്കുമല്ലോ. അപ്പോൾ അവാർഡ് പടങ്ങളിലല്ല അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത് തലസ്ഥാനം പോലെ കമ്മീഷണർ പോലെയൊക്കെയുള്ള വളരെ അഗ്രസീവായ പോലീസ് ഓഫീസർമാരെയൊക്കെ അവതരിപ്പിച്ച് അതിശയോക്തി മുന്നിൽ നിൽക്കുന്ന സിനിമകളിലാണ്. അതിശയോക്തി ഈ കച്ചവട സിനിമയുടെ ഒരു പ്രധാന സംഗതിയാണ്. ഈ അതിശയോക്തിയിൽ നിന്ന് നടന്മാർ ഈ സിനിമ കഴിയുമ്പോൾ തിരിച്ചു താഴെ ഇറങ്ങും. പക്ഷേ അദ്ദേഹം ആ അതിശയോക്തിയിലും ആ നാടകീയതയിലും ഒക്കെ തന്നെയാണ് അതിനുശേഷവും തുടരുന്നതെന്ന് സാധാരണക്കാരന്, നമ്മളിപ്പോൾ അദ്ദേഹത്തെ സിനിമയിൽ കണ്ടാലും അവിടുന്ന് വെളിയിൽ കണ്ടാലും ഒരുപോലെ ഇരിക്കും. അദ്ദേഹം അഭിനയിക്കുന്നില്ല എന്ന് ഒന്നുകിൽ പറയാം. കാരണം ഈ ജീവിക്കുക തന്നെയാണ് സ്ക്രീനിൽ നിന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. ഇപ്പോൾ ബ്രിട്ടാസ് അടക്കം പറഞ്ഞു സിനിമയിലേതുപോലെ അദ്ദേഹം താഴെ വന്ന് പെരുമാറുന്നു എന്ന്. ചിലപ്പോൾ അങ്ങനെ ആയിരിക്കില്ല, ഈ ജീവിതത്തിലേതുപോലെ സിനിമയിലും പെരുമാറുന്നതായിരിക്കും. എന്തായാലും ഇത് അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് വലിയ ആവേശം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അല്ലാത്ത ആളുകൾക്ക് ഇത് വളരെ പരിഹാസ്യമായ ഒരു സംഗതിയായിട്ടാണ് തോന്നുന്നത്. ഇപ്പോൾ സനീഷ് തന്നെ 2 or 3 എപ്പിസോഡിൽ RDXൽ ഈ സുരേഷ് ഗോപിയുടെ ഇതുപോലുള്ള പരാമർശങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞു. പിന്നെ പറഞ്ഞു എനിക്കിനി പറയാൻ മടിയാണ്, എങ്ങനെയാണ് സുരേഷ് ഗോപിയെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ പരിഹാസ്യമായി പറഞ്ഞു പോകുന്നത് എന്ന്. പക്ഷേ എന്ത് ചെയ്യാം, കേരളീയ സമൂഹത്തിൽ ഇങ്ങനെ ഈ പ്രയോഗങ്ങളെല്ലാം കൊള്ളാവുന്ന പണിയാണോ? അതായത് ഇത്രയും ജാതീയമായ, നേരിട്ട് ജാതീയമായ, അത് പക്ഷേ ജാതീയമായ പരാമർശങ്ങളാണെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെടുന്നേ ഇല്ല.
അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും ബോധ്യപ്പെടുന്നില്ല. BJP പോലും ഈ കാര്യത്തിൽ BJPക്ക് എന്തായാലും ഈ വിഷയങ്ങളിലൊന്നും സുരേഷ് ഗോപിയുടെ നിലപാടായിരിക്കില്ല. അവരാരും ഈ ജാതി വിഷയത്തിൽ ഈ പ്രയോഗങ്ങളിൽ പ്രതികരിക്കാൻ പോലും കൂട്ടാക്കിയിട്ടില്ല. അതാണെന്ന് ബ്രിട്ടാസ് പറഞ്ഞത്. BJP പോലും ഈ പരാമർശങ്ങളെയൊന്നും ഗൗരവത്തിൽ എടുക്കുന്നില്ല. അവരതിനെ ആ ലാഘവ ബുദ്ധിയോടെ തന്നെയാണ് അവരും കാണുന്നത് എന്ന്. അപ്പോൾ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചാൽ, നേരത്തെ പറഞ്ഞതുപോലെ ഒരു സ്ക്രിപ്റ്റ്, അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റിൻ്റെ ഒരു പ്രശ്നം ഞാൻ പറയാം. അദ്ദേഹം ഇപ്പോൾ ഈ അവതരിപ്പിക്കുമ്പോഴുള്ള ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, ആ സിനിമയിലെ നാടകീയതയിലൂടെ തന്നെ അതിലെ അതേ അതിശയോക്തിയോടെ ഒരു ധികൃത ശക്ര പരാക്രമിയാണെന്ന് അവതരിപ്പിക്കാവുന്ന രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. പക്ഷേ അതിന് തക്ക വാക്കുകൾ ഇപ്പോൾ എല്ലാ ആളുകൾക്കും, എനിക്കൊന്നും അങ്ങനെ പെട്ടെന്ന് വാക്കുകൾ കൈ കിട്ടുന്ന ആളല്ല. ആ പ്രശ്നം കുറച്ച് അദ്ദേഹത്തിനും ഉണ്ട്. പക്ഷേ കിട്ടാത്ത വാക്കുകൾ അധികം കിട്ടുന്നില്ലെങ്കിൽ അതിനനുസരിച്ച് വേണം കാര്യങ്ങൾ പറയാനും കൈകാര്യം ചെയ്യാൻ. നമുക്ക് പെട്ടെന്ന് തന്നെ നിർത്താം. എനിക്ക് സുരേഷ് ഗോപിനെ സത്യത്തിൽ പരിഹസിക്കുന്നതിൽ അല്ലെങ്കിൽ കളിയായിട്ട് പറയേണ്ടി വരുന്നതിൽ എനിക്ക് നല്ല ഖേദമുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞാണ്. കേരളത്തിലെ ഞാനൊക്കെ നമ്മളൊക്കെ സിനിമ കണ്ട് തുടങ്ങുന്ന കാലത്തെ ഏറ്റവും ഗംഭീരനായ ആക്ഷൻ ഹീറോ ആയിരുന്നു സുരേഷ് ഗോപി, അല്ലേ? മോഹൻലാലും മമ്മൂട്ടിയും വലിയ താരങ്ങളായിട്ട് അവിടെയുള്ളപ്പോൾ ആക്ഷൻ ഹീറോ. അദ്ദേഹത്തിന് മുമ്പുള്ള ആക്ഷൻ ഹീറോ ആയിരുന്നു ജയനാണ് കേരളത്തിലെ മലയാള സിനിമയിലെ ആദ്യത്തെ ആക്ഷൻ ഹീറോ. ഇടക്കാലത്ത് പക്ഷേ അത്രയ്ക്ക് ഗംഭീരനായുള്ള ജയനെ, എൻ്റെ ഏട്ടനൊക്കെ ജയൻ്റെ ഭയങ്കര ആരാധകനായിരുന്നു. അപ്പോൾ ജയനെ വലിയ പരിഹാസ കഥാപാത്രമാക്കി കളഞ്ഞു നമ്മുടെ മിമിക്രിക്കാർ. ഒരു ബുദ്ധലേക്ക് കിട്ടിയിരുന്നെങ്കിൽ മൽപ്പിടുത്തം നടത്താമായിരുന്നു. അങ്ങനെ പറഞ്ഞിരുന്നു. അത് ഈ പറയുന്നൊക്കെ വലിയ ട്രെൻഡിങ് ആയിരുന്നു. പിന്നെ ഭീമൻ രഘു ഇതുപോലെ വലിയ വില്ലനായിട്ട് തുടങ്ങിയിട്ട് വലിയ കോമഡി കഥാപാത്രങ്ങൾ സിനിമയ്ക്കകത്തും പുറത്തും ചെയ്തു. നമ്മുടെ ജനാർദ്ദനൻ നന്നായിട്ട് അഭിനയിച്ച, ആദ്യകാലത്ത് കൊടൂര വില്ലനായിരുന്നു, പക്ഷേ പിന്നീട് വലിയ കൊമേഡിയനായിട്ടാണ് അദ്ദേഹം മാറിയത്. നല്ല തമാശ. അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ, സ്ക്രീനിൽ കാണുമ്പോൾ തന്നെ ആൾക്കാർ ചിരിച്ചു തുടങ്ങി. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ അവസ്ഥ ഇങ്ങനെയാകും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതായത് അദ്ദേഹം വലിയ നായകനായിരുന്നു, വളരെ ആരാധനയോടെ തിയേറ്ററിൽ ഇരുന്നിട്ട് കൈയടിച്ച് കണ്ടത് എനിക്ക് ഓർമ്മയുണ്ട്, ഹർഷന് ഓർമ്മയുണ്ടാവും. പക്ഷേ ഇങ്ങനെ പോയാൽ സുരേഷ് ഗോപി ഈ പറഞ്ഞ ഭീമൻ രഘുവും ജയൻ ഒരു കാലത്തായതുപോലെയൊക്കെ ഒരു കാലത്ത് മഹാ ആക്ഷൻ ഹീറോ ആയിരുന്ന അദ്ദേഹം ഒരു തമാശ കഥാപാത്രമായിട്ട് മാറുമെന്ന് അദ്ദേഹത്തിൻ്റെ ആരാധകരും മറ്റും മനസ്സിലാക്കേണ്ടതാണ്. അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ്. അദ്ദേഹം അതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടതാണ്. ഇവിടെ സുരേന്ദ്രനോ MT രമേശോ ഈ മട്ടിൽ സംസാരിക്കുകയില്ല. അവരെയും പ്രകോപിപ്പിക്കുന്ന എത്രയെത്ര ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ക്യാമറയ്ക്ക് മുമ്പിൽ ചോദിക്കുന്നുണ്ട്. അവരാരെങ്കിലും ഇങ്ങനെ പെരുമാറുമോ? രാജീവ് ചന്ദ്രശേഖരൻ പെരുമാറുമോ? ശോഭാ സുരേന്ദ്രൻ പെരുമാറുമോ? അപ്പോൾ ഇദ്ദേഹം മാത്രം, അദ്ദേഹത്തിന് സിനിമയിൽ നിന്ന് 10-30 കൊല്ലക്കാലം അഭിനയിച്ചിട്ട് സിനിമയിലൊരു സ്നേഹമുള്ളതുകൊണ്ട്, പിന്നെ ഒരു കൗതുകം ഉള്ളതുകൊണ്ട് ആളുകൾ കേട്ട് നിൽക്കുകയാണ്. പക്ഷേ അത് അദ്ദേഹത്തിൻ്റെ എവിടം വെച്ച് ഞാൻ നിർത്തണം എന്ന് മനസ്സിലാക്കണം. പിന്നെ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്താം. ക്യാമറയ്ക്ക് മുന്നിൽ എങ്ങനെ പെരുമാറണമെന്ന് സത്യത്തിൽ നമ്മൾ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കേണ്ടതല്ല. കാരണം അദ്ദേഹത്തിൻ്റെ ജീവിതമേ അവിടെയായിരുന്നു. അദ്ദേഹം ചെറിയ ബാലതാരമായിട്ട് അദ്ദേഹം തുടങ്ങിയതാണ്. മോഹൻലാലും മമ്മൂട്ടിയൊക്കെ ക്യാമറയ്ക്ക് മുന്നിൽ പോകുമ്പോൾ ക്യാമറയുടെ ആംഗിൾ എവിടെയാണ്, എങ്ങനെ പോകണം, എങ്ങനെ സംസാരിക്കണം, എവിടെ മുഖം തിരിക്കണം എന്നൊക്കെ അവർക്ക് ഇൻഹറൻ്റായിട്ട് അറിയാം. കാരണം അവർ 10-40 വർഷമായിട്ട് അവിടെയാണ്. ഇദ്ദേഹത്തിന് ക്യാമറയുടെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ ഏറ്റവും മോശം മുഖം അദ്ദേഹം വെളിവാക്കുന്നല്ലേ. എന്ത് മനോഹരമായിട്ടുള്ള മുഖമുള്ള ആളാണ്, എന്ത് ഭംഗിയായിട്ട് അഭിനയിച്ച ആളാണ്, എന്തൊരു സുന്ദരനായിരുന്നു. ഇപ്പോൾ എന്ത് അഗ്രസീവായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. ഇപ്പോൾ ഇന്നത്തെ ബൈറ്റിൽ 2 കണ്ണട വെച്ചിട്ട് പോലും അദ്ദേഹത്തിനകത്ത് നിന്നൊരു തരം ഒരു കടിക്കാൻ ഇറങ്ങി വരുന്നൊരു ആളെ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ ഇത് തമാശ കഥാപാത്രമാകരുത്. ഈ പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ നല്ല ഭംഗിയുള്ള മുഖം ഇങ്ങനെ എപ്പോഴും അഗ്രസീവായിട്ട് ചൂടാവുന്ന നിലക്ക് കാണരുത്. അത് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ആരാധകരും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരും അദ്ദേഹത്തോട് പറഞ്ഞു കൊടുക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്കിത് അവസാനിപ്പിക്കാം, അല്ലേ? നാടകവേദികളിൽ മറ്റും ഒരേ കഥാപാത്രത്തെ എല്ലാ ദിവസവും പല പ്രാവശ്യം അവതരിപ്പിക്കേണ്ടി വരുന്ന നടീനടന്മാർക്ക് കഥാപാത്രങ്ങളിൽ നിന്ന് പുറത്തു കടക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട് എന്നൊരു സുഹൃത്തിൻ്റെ ശ്രദ്ധേയ നിരീക്ഷണം ഇന്ന് കണ്ടു. ന്യൂയോർക്കിലെ ബ്രോഡ്വേ മ്യൂസിക്കലുകൾ പോലെയുള്ള അരങ്ങുകളിൽ, ചില ഓപ്പറകളിൽ ഒക്കെ അഭിനയിക്കുന്ന പ്രഗത്ഭരായ അഭിനയ പ്രതിഭകളിൽ ഈ അവസ്ഥ ഉണ്ടാകാറുണ്ടത്രേ. നമ്മുടെ കേന്ദ്രമന്ത്രിക്ക് പ്രതിഭാസഹജമായ ഈ ഒരു പ്രശ്നമുണ്ടോ എന്നറിയില്ല. അതെന്തായാലും പ്രതിഭാധനരായ തിരക്കഥാകൃത്തുക്കളുടെ പേനയിൽ വിരിഞ്ഞ ഒരു അഭിനയ ശരീരം മാത്രമല്ല ഇന്ന് സുരേഷ് ഗോപി. ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ സത്യപ്രതിജ്ഞ തൊട്ട് അധികാരമേറ്റ ഒരു മന്ത്രിയാണ്. ഈ രാജ്യത്തെ സംബന്ധിച്ച നാനാവിധ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം നമുക്ക് പ്രധാനപ്പെട്ടതാണ്. അത് അദ്ദേഹം മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത വിഷയത്തിലേക്ക് ഒരു ഇടവേളയിൽ